ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് 10ാം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. ഇതില് പല മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോ ആളുകൾക്ക് ഉണ്ടാവുന്ന കുറെ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ളത് കൂടി, അതുപോലെ തന്നെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ്, അതായത് +2 പഠനം ഇനി ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും പൂർത്തിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഏകദേശം 9ഓളം തരത്തിൽ നമുക്ക് +2 പഠനം തുടരാം. 9ഓ 10ഓ തരത്തിൽ +2 പഠനം നമുക്ക് പഠിക്കാൻ പറ്റും. അതില് നമുക്ക് ഒന്നാമത്തെ സംവിധാനം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, കേരള ഹയർ സെക്കൻഡറി, അതായത് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന +2 ആണ്. കേരള ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന +2 എന്ന് പറയുന്നത് നമുക്ക് കേൾവിയുള്ള +2. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, അതേപോലെ സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളിൽ കേരള സിലബസിൽ പഠിപ്പിക്കുന്ന +2 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ നമുക്ക് ഒരു പരിധിവരെ അറിയാം. നമുക്ക് ഇതിന് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അപേക്ഷ കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസ്, ഇഷ്ടപ്പെട്ട സ്കൂളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ജില്ലാടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പൊ അതിൽ അപേക്ഷ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ അലോട്ട്മെന്റ്, രണ്ടാമത്തെ അലോട്ട്മെന്റ്, പിന്നെ അങ്ങനെ ഒന്നോ രണ്ടോ അലോട്ട്മെന്റുകൾ കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും അവസരം അപേക്ഷിക്കാൻ തരുന്നു. അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ നമ്മൾ പഠനത്തിന് ചേരുന്നു. ഇതാണ് ഒരു സംവിധാനം. ഈ സംവിധാനത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്, ഒരു +2 പഠനത്തിന് മുന്നോട്ട് പോകുന്ന ഒരാൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഏത് കോമ്പിനേഷൻ എടുക്കണം എന്നുള്ളതാണ്. ഈ ഏത് കോമ്പിനേഷൻ എടുക്കണം എന്നുള്ള തീരുമാനം നമുക്ക് ഇന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇന്ന് തന്നെ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ കോമ്പിനേഷൻ തീരുമാനിക്കലാണ് ഒരു രക്ഷിതാവ് അതല്ലെങ്കിൽ കുട്ടി എന്നുള്ള രൂപത്തിൽ അവരുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഒരു +2വിന് ശേഷം എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനം നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പലപ്പോഴും ഈ ഒരു പറഞ്ഞ ആദ്യത്തെ +2 സംവിധാനത്തിന്റെ പിന്നാലെയാണ് രക്ഷിതാക്കളും കുട്ടികളും വെയിറ്റ് ചെയ്യുന്നതും ഓടിക്കൊണ്ടിരിക്കുന്നതും. ഇത് പലപ്പോഴും ഒരു എന്താ പറയാ, വളരെ തെറ്റായ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ സെലക്ഷൻ നടക്കുകയും 2 വർഷത്തോളം കഴിഞ്ഞിട്ട് ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളും കുട്ടികളും ഒരു 50% വരെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഡാറ്റ. അതായത് നമ്മളെടുത്ത് വരുന്ന പഠനത്തിന് വരുന്ന അല്ലെങ്കിൽ വരുന്ന രക്ഷിതാക്കളുടെ നിന്നും കുട്ടികളിൽ നിന്നും നമുക്ക് മൊത്തത്തിൽ അറിയുന്ന കേസിലും ഈ കരിയർ ഗെയിംസ് രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സംവിധാനം എന്താ വെച്ച് കഴിഞ്ഞാല്, കൃത്യമായിട്ടുള്ള കോമ്പിനേഷൻ നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ നമുക്ക് ഏത് സംവിധാനത്തിലാണെന്ന്, ഞാൻ ഈ പറഞ്ഞ ഒരു 8ഓ 10ഓ സംവിധാനത്തിൽ ഏതിലാണ് ആ കോമ്പിനേഷൻ കൃത്യമായി പഠിക്കാൻ പറ്റുന്നത്, അതില് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളെ കോമ്പിനേഷൻ വിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വഴുതി പോരുത്. ഇത് കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തു എന്നുള്ള സംവിധാനത്തിലേക്ക് പോകാൻ പാടില്ല. കാരണം ആ കോമ്പിനേഷന്റെ ബേസിലാണ് പിന്നെ നിങ്ങളുടെ തുടർ പഠനമൊക്കെ ഒരു പരിധിവരെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കേരള +2 നമ്മൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ തീരുമാനിക്കേണ്ടത് കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ തീരുമാനിക്കണമെങ്കിൽ നമ്മളുടെ പഠന മേഖല നമ്മൾ തീരുമാനിക്കണം ആഫ്റ്റർ +2. അതല്ലെങ്കിൽ +2 കാലഘട്ടത്തിൽ ഏത് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ എൻട്രൻസ് ആണല്ലോ നമ്മൾ എഴുതേണ്ടത്. അതിനാണല്ലോ നമ്മൾ കോച്ചിങ്ങിന് പോകേണ്ടത്. ആ കോച്ചിങ്ങും നമ്മളുടെ പഠനം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു മാസം വളരെ വെക്കേഷൻ എന്നുള്ള രൂപത്തില് വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒന്നിനെ കുറിച്ചും വേവലാതിപ്പെടാതിരിക്കുകയും റിസൾട്ട് വന്നു വീഴുമ്പോൾ നെട്ടോട്ടം ഓടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത്. ആ നെട്ടോട്ടത്തിൽ അവസാനം എന്ത് ചെയ്യും, ഒരു എന്താ പറയാ, നമ്മളിപ്പോ വല്ല തൽക്കാലം ട്രെയിനൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എന്താണോ ഉള്ളത് അതൊക്കെ എഴുതി കൊടുത്ത് അക്ഷയിലൊക്കെ പോയി അവിടെ പോയി കുറെ കോമ്പിനേഷനൊക്കെ ആൾ പറഞ്ഞിരുന്നു, അത് എഴുതി വെച്ച് കൊടുത്ത് വെയിറ്റ് ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം കിട്ടാത്ത ഒരു ടെൻഷൻ അടിച്ച് രക്ഷിതാക്കൾ പിന്നെ വേറെ ഏതെങ്കിലും സീറ്റുകളൊക്കെ, പിന്നെ അങ്ങനെ ഒരു വലിയ പിന്നെ ജഗ പുകയാണ് നടക്കാറുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം കോമ്പിനേഷൻ തീരുമാനിക്കുന്നു. ഇനി ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ പോലും നമ്മൾ എത്രത്തോളം ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ അത്രയും സ്കൂളുകളിൽ ഈ കോമ്പിനേഷൻ മാത്രം കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും
കാരണം ഇതിലൊരു ക്ഷമ ആവശ്യമാണ്. കാരണം ഒന്നാമത്തെ അലോട്ട്മെന്റിലോ രണ്ടാമത്തെ അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റുകളിലോ ഇങ്ങനത്തേലൊക്കെ വന്ന് നമുക്ക് ഏതെങ്കിലും ഒന്നിൽ കിട്ടാൻ എപ്പോഴും ചാൻസ് ഉള്ള ഏതാണ് ഈ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നമ്മളെ കോമ്പിനേഷൻ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഇനി നമുക്ക് തീരെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അതേ കോമ്പിനേഷൻ എടുത്ത് പഠിക്കാനും പറ്റും. കാരണം എപ്പോഴും നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു സംവിധാനത്തിൽ മാത്രം അപേക്ഷ കൊടുക്കാതെ എല്ലാ സംവിധാനത്തിലും നമ്മൾ ആ കോമ്പിനേഷൻ അപേക്ഷ കൊടുത്ത് എന്ത് ചെയ്യാണ്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഓപ്ഷനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും നമുക്ക് ഏറ്റവും ഒരു ദിവസം പോയി വരാൻ പറ്റുന്ന ഒരു സ്കൂളുകൾ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ ലിസ്റ്റ് ഔട്ടിൽ നമ്മൾ ഈ കോമ്പിനേഷൻസ് ഏതൊക്കെ ഉണ്ട് നോക്കിയിട്ട് അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ആദ്യം കൊടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും താല്പര്യമുള്ളതും ആദ്യം കൊടുത്ത് അതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പേപ്പറിൽ എഴുതിണ്ടാക്കി ആ പേപ്പർ നമ്മളൊരു വിദഗ്ധനായ ആളോട് സംസാരിച്ച് അയാളോട് ഉറപ്പുവരുത്തിന് ശേഷമാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. കാരണം അതിനാണ് അപേക്ഷ കൊടുക്കാൻ വേണ്ടി തന്നെ ഒന്നിലധികം ദിവസങ്ങൾ നമ്മൾ ഒറ്റ ദിവസമല്ല അപേക്ഷ കൊടുക്കാൻ നമുക്ക് ഉണ്ടാവുക. അപ്പോ ആ ഒരു കാലഘട്ടം നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോ അപേക്ഷ കൊടുക്കാറുണ്ട് വളരെ തലവേദന പിടിച്ച പരിപാടിയൊന്നുമല്ലോ. ഏതൊരാൾക്കും അയാളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൊടുക്കാവുന്ന ഒരു സംവിധാനമാണ് അപേക്ഷ എന്ന് പറയുന്നത്. അതൊക്കെ വെറുതെ നമ്മൾ അക്ഷയിലൊക്കെ പോയി വെയിറ്റ് ചെയ്ത് സമയം കളയുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെ വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സംഘടിപ്പിച്ച് വെക്കുക എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. ഏത് അപേക്ഷക്കും നമുക്ക് ഓരോ അപേക്ഷകളിലും നമുക്ക് അതിൻ്റെതായ രേഖകൾ ആവശ്യമുണ്ടാവും. ആ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതില്ലെങ്കിൽ അത് റെഡിയാക്കി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഈ +2 സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഇതാണ്. ഇതിൽ നമുക്ക് കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ സയൻസിൽ നമുക്ക് 10 കോമ്പിനേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ 10, അതായത് ഞാൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 2 സബ്ജക്റ്റുകൾ നമ്മൾ ഏതെങ്കിലും ലാംഗ്വേജ് പിന്നെ ഇംഗ്ലീഷ് ആയിരിക്കും. ആ 2 മാറ്റി നിർത്തി ബാക്കിയുള്ള 4 സബ്ജക്റ്റുകളാണ് നമ്മൾ കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സയൻസിലെ പ്രധാനപ്പെട്ട നല്ല ശതമാനം സ്കൂളുകളിലുള്ള ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് കോമ്പിനേഷൻ. ഇതാണ് സയൻസ് ആയിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പൊ എല്ലാ വിഷയങ്ങളും അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ തന്നെ ചില ആളുകൾക്ക് ബയോളജി താല്പര്യമില്ല എന്നുള്ള ആളുകൾക്കാണ് പിന്നെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ള കോമ്പിനേഷനാണ് പിന്നെ കൂടുതൽ സ്കൂളുകൾ കാണപ്പെടുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് കോമ്പിനേഷൻ. ഇതാണ് ഏറ്റവും കൂടുതൽ സയൻസിൽ ഉള്ള കോമ്പിനേഷൻ. ബാക്കിയുള്ള 8ഓളം കോമ്പിനേഷൻ ഈ പറഞ്ഞ പോലെ എന്താണ് ചില പർട്ടിക്കുലർ സ്കൂളുകളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ 2 കോമ്പിനേഷനിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ അടുത്തുള്ള സ്കൂളുകളിൽ നമുക്ക് സയൻസിന് കിട്ടുക. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ബയോളജി പഠിക്കണ്ട എന്നും ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിനും പോകുന്നില്ല എന്നുള്ളതും ഉറപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇതിൽ തന്നെ ഈ 2ാമത്തെ കോമ്പിനേഷൻ എടുത്താൽ മതി എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പഠനം നിർണയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, ഏത് മേഖലയാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിന് കോമ്പിനേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇത് നിർണ്ണയിക്കുന്ന രീതിയെ കുറിച്ചിട്ട് നമുക്ക് ആൾറെഡി അറിയാത്തുള്ള ആളുകളുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, കരിയർ അസസ്മെന്റ് ടെസ്റ്റ്, പിന്നെ പല രൂപത്തിലും പല ഭാവത്തിലും അതിലുണ്ട്. ഇത് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് വിശദമായ റിപ്പോർട്ട് കിട്ടുന്ന രീതികൾ ഇന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കൗൺസിലിംഗ് ചെയ്യാൻ വിദഗ്ധനായ ഒരാള് കൗൺസിലിംഗ് ചെയ്ത് അയാൾ ഈ കുട്ടിയുടെയും രക്ഷിതാക്കളിൽ നിന്നും പേഴ്സണലായ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ റിസൾട്ടും രണ്ടും കമ്പൈൻ ചെയ്ത് താരതമ്യം ചെയ്ത് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഷനിലേക്ക് എത്തും. ആ കൺക്ലൂഷനിലേക്ക് എത്തിയ അയാൾ എന്ത് ചെയ്യുന്നു, ഒരു 2-3 മേഖലകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. ആ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള വിവരങ്ങളും അവർ തരാറുണ്ട്. അപ്പൊ നമ്മൾ ലേൺ ഫോർ എഡ്യൂടെക് പോലെ നമ്മളെ സ്ഥാപനം ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ കോമ്പിനേഷൻ കണ്ടെത്തി ബാക്കിയുള്ള കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാളെ സഹായിക്കുകയും ചെയ്യുന്നത്. ഇത് പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ഇപ്പൊ എടുക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ. അപ്പൊ അതിൽ നമ്മൾ കൃത്യമായുള്ള ഒരു ഗൈഡൻസും കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മളായതിനെ തീരുമാനിക്കണം ഞാൻ ഇന്നതായി തീരും, കുട്ടി ചിലപ്പോൾ തീരുമാനിക്കും എനിക്ക് ഇന്നതായ മതി. ചിലപ്പോൾ കുട്ടിന്റെ ഒരു സ്കിൽ സെറ്റ് അതല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, കുട്ടികളുടെ ഒരു പേഴ്സണാലിറ്റി അതിനെ പറ്റിയ ഒരു സംവിധാനമാവില്ല. അപ്പൊ അത് പരാജയപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ആ കുട്ടിയുടെ എല്ലാ കോഴ്സും കഴിഞ്ഞ് അയാൾ ആ മേഖലയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാലും അയാൾ തൊഴിൽ മേഖലയിൽ പരാജയപ്പെടുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അതുവരെ നമുക്കൊരു പരാജയം നേരിടില്ല. കാരണം എന്താ വെച്ചാൽ പഠിച്ചു പോകാന്ന് പറയുന്നത് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പരാജയം നേരിടുന്നത് തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകാൻ ഇയാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയാളുടെ ഒരു തരത്തിലുള്ള സാധനങ്ങളും അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് ഉണ്ടാവും. കാരണം അടിസ്ഥാനപരമായിട്ട് അയാൾ കിട്ടിയുള്ള മേഖലകൾ അതായിരിക്കില്ല. അപ്പൊ ഈ മേഖലകൾ കണ്ടെത്തുന്നതിന്റെ രീതി അതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ സൈക്കോളജിക്കലി ഒരുപാട് കൊല്ലങ്ങൾ ഓരോ ശാസ്ത്രജ്ഞര്
കൃത്യമായിട്ട് ഗവേഷണം നടത്തിയ ലൈഫ് ടൈം ഗവേഷണം എന്നൊക്കെ പറയാം, ഒരു ജീവിതകാലം മുഴുവൻ സമയം ചെലവഴിച്ചിട്ടൊക്കെ ഗവേഷണം നടത്തി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തിയറികളിൽ നിന്ന് അത് ശാസ്ത്രീയമായ ടെസ്റ്റുകളാക്കി മാറ്റി ആ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ കുറെ പിന്നെ നിഗമനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ റിസൾട്ടുകൾ, ഇയാൾക്ക് ഇന്ന കാര്യങ്ങളാണ് കൂടുതലുള്ളത്, ഇന്ന പേഴ്സണാലിറ്റിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കരിയർ മേഖല, നമ്മുടെ തൊഴിൽ മേഖല, നമ്മുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇതൊക്കെ. ഇത് ഏത് വിദഗ്ധനായ ആളുകളെ നിങ്ങൾക്ക് സമീപിക്കാം. ഇപ്പൊ ലേൺഫോളിയോ അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്, സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് ഏതിലാണ്? നമ്മൾ ഈ കോമ്പിനേഷൻ വിട്ടിട്ട് വേറൊന്നും പഠിക്കുന്നില്ല എന്നതിന് തീരുമാനമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ സംവിധാനത്തിൽ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ സംവിധാനം ഉപയോഗിച്ച് പഠിക്കുക എന്നില്ലാണ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ഒന്നാമത്തെ സംവിധാനം ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, എന്താണ് നമ്മൾ അതിൽ സ്റ്റെപ്പുകൾ. ഓക്കെ.